ഇറാൻ ആക്രമണത്തിൽ അബുദാബിയിൽ 2 പേർ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ 5 ഗൾഫ് രാജ്യങ്ങളും ജോർദാനും സംയുക്ത പ്രസ്താവന ഇറക്കി. ഇറാന്റെ സ്ലീപ്പർ സെല്ലുകൾ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് പ്രസ്താവനയിൽ. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ദുബൈയിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, അബുദാബിയിൽ ഉള്ളവർ ചിലർ പറഞ്ഞത് ഇന്ന് വെളുപ്പിന് 3 മണിയും തുടങ്ങി ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി, മിസൈൽ ആക്രമണ ശ്രമങ്ങൾ. അത് പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതങ്ങനെ തുടരുന്നു എന്നുള്ള വിവരം വരുന്നു. അതോടൊപ്പം ഈ പ്രസ്താവനയെക്കുറിച്ച് കൂടി. ഇന്നലെയും ഒപ്പം തന്നെ അതിന് തലേ ദിവസവും കാര്യമായിട്ടുള്ള ആക്രമണങ്ങൾ UAE കേന്ദ്രീകരിച്ച് അത്തരത്തിലുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് 2 തവണ പുലർച്ചെ 2 തവണ കാര്യമായിട്ടുള്ള ആക്രമണം UAE കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അബുദാബിയിലും ഒപ്പം തന്നെ ദുബായിലും ഒക്കെ അലേർട്ട് ലഭിച്ചിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ നടന്ന ആക്രമണത്തിലാകാം ഒരുപക്ഷെ ഈ മരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അബുദാബിയിൽ 2 പേർ മരിച്ചതായി ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഈ 2 പേരുടെ ഏത് രാജ്യക്കാരാണിവർ എന്ന് മനസ്സിലായിട്ടില്ല. ഒപ്പം തന്നെ ഈ സ്വൈഹാൻ സ്ട്രീറ്റ് അവിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സ്വൈഹാനിലുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ അബുദാബി മീഡിയ അതോറിറ്റി നൽകുന്ന ഔദ്യോഗികമായിട്ടുള്ള വിവരം. ഇത് ഡ്രോൺ നേരിട്ട് പതിച്ച് അല്ലെങ്കിൽ മിസൈൽ നേരിട്ട് പതിച്ചുണ്ടായ ആക്രമണമല്ല, മറിച്ച് ഒരു മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അതിലെ അവശിഷ്ടങ്ങൾ താഴെ വീണ് ഉണ്ടായ ഒരു അപകടമാണ് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. അത്തരത്തിൽ 2 പേർ മരിച്ചു. ഇവർ ഏത് രാജ്യക്കാരാണ് എന്ന് വ്യക്തമായിട്ടില്ല. ഒപ്പം തന്നെ 3 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുള്ളതായിട്ടുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ കാഷ്വാലിറ്റി ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു ആക്രമണം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് നേരിട്ടൊരു ആക്രമണമല്ല എന്നുണ്ടെങ്കിലും അതിന്റെ ഈ മിസൈലിന്റെ അവശിഷ്ടം വീണുണ്ടായ ആക്രമണം, അതിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി, 3 പേർക്ക് പരിക്കേറ്റു, നിരവധി വാഹനങ്ങൾ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ അലേർട്ട് ലഭിക്കുന്ന സമയത്തൊക്കെ പുറത്തിറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം കാര്യമായി തന്നെ നൽകാറുണ്ട്. അത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഈ അവശിഷ്ടങ്ങൾ വന്ന് പതിക്കുന്നത് അത് പലപ്പോഴും ഈ കൂർത്ത അഗ്രമുള്ള പല ഭാഗങ്ങളാണ് വന്ന് പതിക്കാറുള്ളത്. അങ്ങനെ തന്നെയാണ് കൂടുതൽ മരണം ഉണ്ടായത് എന്നുള്ള വിവരം തന്നെയാണ് നേരത്തെ മുതലേ പുറത്തു വരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് പുറത്തു നിന്നവർക്കാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാവുകയും അതിൽ 2 പേർ മരിക്കുകയും ചെയ്തത് എന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ആക്രമണം തുടരുക തന്നെയാണ്. ഇതൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടായ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ 5 ഗൾഫ് രാജ്യങ്ങളും ജോർദാനും ഒന്നിച്ചൊരു സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിൽ ഇറാൻ ആക്രമണം നിരുപാധികം അവസാനിപ്പിക്കണം എന്നാണുള്ളത്. UAE, കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്തർ, ജോർദാൻ എന്നീ രാജ്യങ്ങളാണ് സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഇതിൽ ഒമാൻ ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടില്ല. ഇറാന്റെ സ്ലീപ്പർ സെല്ലുകൾ രാജ്യത്തെ ആക്രമിക്കുന്നു, അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതടക്കം ഈ സംയുക്ത പ്രസ്താവനയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 2 പേർക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു. അങ്ങനെ ആകെ 11 പേരുടെ ജീവനാണ് ഇപ്പോൾ UAE-യിൽ ഈ ഇറാൻ ആക്രമണം ആരംഭിച്ചതിന് ശേഷം നഷ്ടമായിരിക്കുന്നത്. സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.